എനിക്കൊരു കുഞ്ഞനിയനുണ്ട്, അവന് പഠിക്കാൻ സ്കൂളിൽ പോകണം. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് അല്ലെങ്കിൽ നൈറ്റ് ലൈവ് അപ്ഡേറ്റ്. നൈറ്റ് ലൈഫ് അല്ല, നൈറ്റ് ലൈവ്. അതായത് ഇന്നിപ്പോൾ പകൽ നിങ്ങൾ കണ്ടതാണ്, സീക്രട്ട് ഏജൻറ്റ് വന്നിട്ട് അവിടെ ഒരു പൊട്ടിച്ച ബോംബ് എന്നിപ്പോൾ വിശേഷിപ്പിക്കാൻ വയ്യ, ഒരു 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 ഓലപ്പടക്കം. എന്താ വെച്ചാൽ ശരിക്കും അതൊരു ബോംബ് തന്നെയാണ്. പക്ഷെ അത് പൊട്ടിച്ച സിറ്റുവേഷനും സാഹചര്യമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു അനാവശ്യമായിട്ടുള്ളൊരു ബോംബിടലായിപ്പോയി. എന്താണെന്നുണ്ടെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. ഇനി ഇത് ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ പോയി ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ്, ജാസ്മിൻ രാത്രി ഗബ്രിയുടെ കൂടെ ഇരുന്ന് കരഞ്ഞ് പറയുന്നൊരു സിറ്റുവേഷനാണ്. ജാസ്മിൻ പറയുന്നതാണ്, എനിക്ക് പുറത്തൊരു ജീവിതമുണ്ട്, അതിലേറെ കൂടുതൽ എനിക്കൊരു കുഞ്ഞ് അനുജനുണ്ടെന്ന്. അതായത് ജാസ്മിന് ഒരു അനിയനുണ്ട് എന്നുള്ള ഈ രാത്രി ഇപ്പോഴാണ് തോന്നുന്നത്. അതും ഈ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ ചങ്ങായി വന്ന് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം. ഇതുവരെ ഈ ചിന്തയും പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ ഗബ്രിനോട് കരഞ്ഞ് പറയുന്നുണ്ട്. ഗബ്രി എന്താണെന്ന് വെച്ചാൽ ഗബ്രി അവിടെ ഏറ്റവും കൂടുതൽ ജാസ്മിന് എല്ലാവിധ മാനസിക സപ്പോർട്ടും കൊടുത്ത് പറയുന്ന സമയത്ത് ജാസ്മിൻ പറയുന്ന ഡയലോഗാണ് ഈ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള അവളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അഫ്സലിൻ്റെ കാര്യം സംഭവമൊക്കെ ആയിരിക്കാം. ഇത് പറയുന്ന വർത്തമാനത്തിൽ ഗബ്രി പറയുന്നുണ്ട്, നീ പേടിക്കണം, നിൻ്റെ കല്യാണത്തിൻ്റെ ഇഷ്യൂ ആണ് നിനക്ക് പ്രശ്നമെങ്കിൽ ഞാൻ നിനക്ക് പുറത്തുനിന്ന് എന്തൊക്കെയുള്ള ഒരാളെ നിനക്ക് സംഘടിപ്പിച്ചിട്ട് ഞാൻ നിനക്ക് കല്യാണം നടത്തി തരുന്നു. അപ്പോൾ ജാസ്മിൻ തനത് ശൈലിയിൽ മറുപടി പറയുന്നു. ആണ് ജാസ്മിൻ്റെ മറുപടി. എന്താ വെച്ചാൽ എൻ്റെ കല്യാണം നടത്താൻ നീ എൻ്റെ തന്തയാണോ? അവിടെയും തന്തയ്ക്ക് ഇട്ടുകൊട്ട്. തന്തയുടെ അവസ്ഥ ഈ പ്രാവശ്യത്തെ സീസണിൽ എല്ലാ തന്തമാർക്കും, എസ്പെഷ്യലി ജാസ്മിൻ്റെ തന്തയ്ക്ക് യാതൊരുവിധ സ്വൈര്യമില്ല. ബാപ്പ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതുണ്ടായിരുന്നു. നീ ആരാ, എൻ്റെ അച്ഛനാണോ, നീ ആരാ എൻ്റെ ബാപ്പയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് മേക്സ് കുറച്ചും കൂടി ഒരു സെൻസ്. ഇതല്ല, നീ ആരാ എൻ്റെ തന്തയാണോ, മൊത്തടിച്ച പോലെ. ഇപ്പോൾ ഈ കൊല്ലം ഭാഗത്തുള്ള ഒരു ഭാഷ ഇങ്ങനെയൊക്കെ ആണോ അറിയില്ല കേട്ടോ. കൊല്ലം ആ ആൾക്കാരെ പറയില്ല, നമ്മൾ ഒരുപാട് പേരെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ സംസ്കാരം, അത്രയധികം ഹൈ ലെവൽ സംസ്കാരത്തിൽ സംസാരിക്കുന്ന ആളെ കണ്ടിട്ടില്ല. അപ്പോൾ ജാസ്മിൻ ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുന്ന സിറ്റുവേഷനിൽ ഗബ്രി ഭയങ്കര രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയും വേറൊരു ക്രൂഷ്യൽ ഡയലോഗ് നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം, അല്ലാത്തവർക്കായിട്ട് ജസ്റ്റ് നമ്മൾ പറയാം. നമുക്ക് ഇതിൻ്റെ ക്ലിപ്പിംഗ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അത്രയധികം പാടാത്തതുകൊണ്ട് പറയട്ടെ. ഈ ഒരു സിറ്റുവേഷനിൽ പറയുകയാണ്, ജാസ്മിൻ പറഞ്ഞു കൊടുക്കുകയാണ് ഗബ്രിക്ക്, നോക്ക്, നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സംഗതി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പോകുന്നത്. അതായത് രാത്രി ക്യാമറ നമ്മൾ കാണുന്ന സംഭവം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണല്ലോ, ഫുൾ കളറിലും കൂടെ അല്ല കാണുന്നത്. അപ്പോൾ അത്രത്തോളം ഇൻഫർമേഷൻ അതിനുള്ളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇനി ആരാ പറഞ്ഞത് എനിക്കറിയില്ല, സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞാണോ എനിക്കറിയില്ല. അത് ഇനി വേറുള്ളൊരു, കാരണം അഭിഷേക് ചെറിയൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്, രാത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരൊക്കെ ഇപ്പോൾ ബിഗ് ബോസ് ലൈവാണ് വെക്കാറെന്നുള്ളത്. ഈ ഒരു ഹിൻ്റാണ് അവൻ കൊടുത്തിട്ടുള്ളത്. അത് ജാസ്മിന് കത്തിയിട്ടില്ല, ഗബ്രിക്കാണ് അത് കത്തിയിട്ടുള്ളത്. ഗബ്രിയാണ് അത് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇത് പറഞ്ഞ സീക്രട്ട് ഏജൻ്റാണെന്ന് അറിയില്ല. അപ്പോൾ എത്രത്തോളം സീരിയസ്നെസ്സോട് കൂടി ആണ് പുറത്തെ കാര്യങ്ങൾ ഉള്ളിലേക്ക് പറഞ്ഞിട്ട് അവരുടെ ഒരു മത്സരത്തിൻ്റെ ഗതി മാറ്റേണ്ട സിറ്റുവേഷൻ ആയിട്ടുള്ളത്. കാരണം ഈ ഒരു രാത്രി ക്യാമറയുടെ ഇഷ്യൂ പറഞ്ഞതോടുകൂടി ഗബ്രി അവിടെ നിന്ന് നീറ്റ് പോവുകയാണ്. എന്തായാലും അവർ തമ്മിൽ ഒരു സ്പ്ലിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ അതിൽ സ്ട്രൈക്കിംഗ് ആണ്. കാരണം വെച്ചാൽ ജാസ്മിൻ്റെ ക്യാരക്ടറും ആ ഒരു സ്ട്രെങ്ത്തും കാണിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ജാസ്മിൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇതിലേറെ വലുത് ഫേസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്യൂ ഇല്ല, ഞാൻ ഇതൊക്കെ ഫേസ് ചെയ്യും, പക്ഷേ ഞാൻ മുന്നേറും എന്നാണ് പറയുന്നത്. അതിനാണ് അഭിഷേക് ഇന്ന് അവൻ്റെതായ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുടെ ശൈലിയിൽ ചോദിച്ചത്, ലേശം ഉളുപ്പുണ്ടോ ജാസ്മിനെ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ജാസ്മിൻ എന്നുള്ളത്. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്ന സംഗതികൾക്ക് പാരലലി ഒരു ഫാമിലി പുറത്തുണ്ട്, ഒരു വാപ്പ, ഉമ്മ, അനിയൻ, വെരി ഇമ്പോർട്ടൻറ്റ്, സ്കൂളിൽ പോകുന്നൊരു കുട്ടി, അനിയനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് പറ്റാതെ ഇപ്പോൾ പറയുന്നത് ചിലപ്പോൾ നമ്മളാവും ഏറ്റവും വലിയ കുറ്റക്കാരട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു കൂട്ടുന്ന സംഗതികളൊന്നും പ്രശ്നമില്ല. പുറത്തിരുന്ന് ഇതുപോലെ പറയുന്ന ആൾക്കാരായിരിക്കും, വിമർശിക്കുന്നവരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാത്തവരായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കുറ്റക്കാരൻ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ അവർ വരുത്തി വെച്ച സംഗതികൾ അവർ മാത്രമല്ല, അതിൻ്റെ പുറത്തുനിന്നുള്ള എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ ചങ്ങായിമാരും ഉള്ളിൽ കയറി ചെന്ന് അതും ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്തിനാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. മറ്റേ അവരുടെ വഴക്കൊന്ന് തീർന്നു പോയെന്നറിയില്ല ഏതൊരു സിനിമയിൽ ഇന്നസെൻ്റ് പറഞ്ഞ ഡയലോഗ്. അതുപോലെ അവർ രണ്ടാളും കൂടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ കാണാനൊരു രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങോട്ടും ഇല്ല എന്നുള്ള കണ്ടീഷനായി. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.